ബൈ പ്രൊഫഷൻ ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. എനിക്കൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ട്യൂമറാണത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മെമ്മറി ലോസ് ആവാം, അല്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി പോവാം. സർജറി ചെയ്തില്ലെങ്കിൽ യു വിൽ ബി സർവൈവ് ഫോർ ജസ്റ്റ് 2 more months. ഞാനിപ്പോൾ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഡോക്ടറിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ 100% അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ ഡോക്ടർ ടോം ജോസ്, കൺസൾട്ടൻറ്റ് ന്യൂറോസർജൻ ആൻഡ് സ്പൈൻ സർജൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാഴ്ചക്കുറവായിട്ട് ഞങ്ങളെ സമീപിച്ച ഒരു വ്യക്തിയെയാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെ പരിശോധിക്കുകയും ഇദ്ദേഹത്തിൻ്റെ MRI സ്കാൻ എടുക്കുകയും തലച്ചോറിൽ ഒരു പ്രധാന ഭാഗത്തായിട്ട് ഒരു വലിയ ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എൻ്റെ പേര് ടീന എന്നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഇൻഡിഗോ എയർലൈൻസിലെ ക്രൂ ആയിരുന്നു. എനിക്കൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. 2021 ഇൻഡിഗോയുടെ നേവി ക്വീൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് എൻ്റെ ഹെയറൊക്കെ കംപ്ലീറ്റ്ലി ലോസ് ആവുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം എൻ്റെ വിഷനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, അഹല്യ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കണ്ണിൻ്റെ പ്രശ്നമല്ല, എൻ്റെ നെർവ്സിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ ഒരു ന്യൂറോനെ തന്നെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം പോയത്, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തു. MRI എടുത്തപ്പോഴാണ് അതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ട്യൂമർ ആണ് എന്നറിയുന്നത്. അപ്പോൾ അതിനുശേഷവും ഞാൻ 2 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്തിരുന്നു. ഞാൻ US 3 വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ എനിക്ക് ഡോക്ടേഴ്സിനെയൊക്കെ പരിചയമുള്ളതുകൊണ്ട് അവിടെ ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ട്യൂമറാണത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മെമ്മറി ലോസ് ആവാം, അല്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി പോവാം, അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോവാം എന്നുള്ള ഒപ്പീനിയനാണ് എനിക്ക് എല്ലായിടത്തുനിന്നും കിട്ടിയത്. പിന്നെ നാട്ടിൽ ഞാൻ സർജറി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഡോക്ടർ ഒരിക്കലും എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടില്ല. ദിസ് ഈസ് യുവർ എൻഡ് എന്നാണ് പറഞ്ഞത്. ഇനിയൊരു നോർമൽ ലൈഫ് പോസിബിൾ ആയിരിക്കില്ല. സർജറി ചെയ്തില്ലെങ്കിൽ യു വിൽ ബി സർവൈവ് ഫോർ ജസ്റ്റ് 2 more months. ഇഫ് യു ആർ ഡൂയിങ് ദ സർജറി യു ക്യാൻ സർവൈവ് ഫോർ ഹാഫ് പാരലൈസ്ഡ് ഓർ ഒരു കണ്ണ് ബ്ലൈൻഡ് ആയിട്ട്, അങ്ങനത്തെ ഒരാളായിട്ടായിരിക്കും ഇനിയൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗത്തെയും തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാന രക്തക്കുഴലായ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലിനെയും അതുകൂടാതെ തന്നെ കണ്ണിലേക്ക് പോകുന്ന ഞരമ്പുകളായിട്ടുള്ള ഒപ്റ്റിക് നെർവ് എന്ന ഞരമ്പുകളെയും അമർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയിലിരിക്കുന്ന ഒരു വലിയ ബ്രെയിൻ ട്യൂമറായിരുന്നു അത്. മെനിഞ്ചിയോമ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ട്യൂമറായിട്ടാണ് നമുക്കത് MRI സ്കാനിൽ നിന്ന് മനസ്സിലായത്. ഇനിയൊരു നോർമൽ ലൈഫ് ഉണ്ടാവില്ല എന്ന് 3 ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് റിവ്യൂ കിട്ടിയിട്ട് ഞാൻ ഫൈനലി ഇവിടെ വരുമ്പോൾ ടോം ജോസ്, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകും. കാരണം ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കണം, രോഗിയോട് രോഗവിവരം പറയാം, പക്ഷെ നിങ്ങളൊരിക്കലും റിക്കവർ ആവില്ല. കാരണം നമ്മളെല്ലാവരും 100% ട്രസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ്. ഒരു പനി വന്നാൽ പോലും 2 ദിവസം മരുന്ന് കഴിച്ചാൽ മാറും എന്ന് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ കണ്ട ഡോക്ടേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്, ദിസ് ഈസ് യുവർ എൻഡ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്ത് നോക്കാം, അതൊരു പോസിബിലിറ്റി മാത്രമാണ്. അപ്പോൾ 100% ഹെയർ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2021 നേവി ക്വീനായിരുന്നു. അപ്പം അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ടോം സാർ എന്നോട് പറഞ്ഞു ഞാൻ ഹെയർ റിമൂവ് ചെയ്യാതെ, റിസ്ക് ആണ്. കാരണം സ്കൾ ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന ഒരു സർജറി ഒരിക്കലും ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് അത്രയും കോൺഫിഡൻസ് എനിക്ക് തന്നിരുന്നു. ഡോക്ടറിൻ്റെ ഒറ്റ കോൺഫിഡൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ, എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ പാരലൈസ്ഡ് അല്ല, എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന അത് മാറി. ഞാനിപ്പോൾ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഡോക്ടറിൻ്റെയും ഈ ഹോസ്പിറ്റലിൻ്റെയും 100% അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെ കൂടുതൽ പരിശോധിക്കുകയും സർജറിക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതൊരു ലെങ്തി ആയിട്ടുള്ള സർജറി ആയിരുന്നു. ട്യൂമർ തലച്ചോറിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം സസൂക്ഷ്മമായി അത് വിടിവിക്കുകയും ആ ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു. തുടർന്ന് രോഗിയെ നോർമൽ ജീവിതത്തിലേക്കായിട്ട് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഐ എം
101% satisfied for this hospital and Dr. Tom Jones. So once again, my big thanks for Dr. Tom Jones and Baby Memorial Hospital. Thank you.